ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രോഹിത് എന്ന പച്ച വീട്ടിൽ പ്രശ്നേഷ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസിന്റെ ഉടമസ്ഥനായിട്ടുള്ള രോഹിത്, അയാൾ അറിയപ്പെടുന്ന പ്രശ്നേഷ് എന്നാണ്. അപ്പോൾ അവരുടെ ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെ പ്രശ്നമാണ്. അപ്പോൾ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് അറിയേണ്ട ആവശ്യം നമ്മൾക്കില്ല. അള്ളസാനണ്ടിൽ അവിടെ നടന്നത് വലിയൊരു കുറ്റകൃത്യമാണ് എന്നുള്ളത് ഇല്ലാത്തിടത്തോളം കാലം ഇതിൽ നമ്മൾക്ക് ആ വീട്ടിൽ നടക്കുന്നതിൽ ഒരു താല്പര്യമില്ല. പക്ഷേ ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പുറത്ത് വിട്ടിട്ട് ആൾക്കാരുടെ ഇമോഷൻസിനെ വെച്ച് കാശുണ്ടാക്കുന്ന പരിപാടി നമ്മളുടെ ഈ യൂട്യൂബിലൊക്കെ വളരെ പോപ്പുലറാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ്. അയാളുടെ വീട്ടിൽ ഒരാൾ ഒളിച്ചോടി പോയാൽ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അടി ഉണ്ടായി കഴിഞ്ഞാൽ, അമ്മയും അച്ഛനും തമ്മിൽ അടി ഉണ്ടായാൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ, ഡിവോഴ്സ് നടക്കാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെയെല്ലാം ഒരു കണ്ടന്റ് ആക്കിയിട്ട് ആൾക്കാരെ കാണിക്കുന്നു. നമ്മൾക്ക് പൊതുവേ ഉള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരു താല്പര്യമാണ് അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു താല്പര്യം. അപ്പോൾ ആ താല്പര്യത്തെ വിറ്റ് കാശാക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യം കാണിക്കുക എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പ്രശ്നേഷിന്റെ കൂടെയോ അല്ലെങ്കിൽ പ്രശ്നേഷിന്റെ അനിയത്തിയുടെ കൂടെയോ ഒന്നും കൂടെ നിന്ന് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം രണ്ടുപേരും അങ്ങനെ വിശ്വസനീയമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നവരല്ല. പ്രശ്നേഷ് ആയാലും പ്രശ്നേഷിന്റെ അനിയത്തി ആയാലും ഈ രണ്ട് സബ്ജക്റ്റ് അപ്പുറത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓരോരുത്തർ അവരുടെ ഭാഗം ന്യായീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമം തീരുമാനിക്കട്ടെ അവരുടെ ഭാഗത്ത് എന്താണെന്നുള്ളത്, അത്ര ഈ വിഷയത്തിലേക്ക് പറയാം. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഇവരൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ഖണ്ഡമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നും സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. പക്ഷെ ആ വീഡിയോയിലും ഇവരുടെ ഉഡായ്പകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അത് ഇപ്പോഴല്ല, നേരത്തെ മുതൽ തന്നെ ഇവൻ ഈ കാണിക്കുന്ന ആദർശമൊന്നും ഇവന്റെ ജീവിതത്തിലില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. ഞങ്ങളിപ്പോൾ 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. കാരണം വീട്ടിൽ ഇറക്കി വിട്ടാണ്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കിയില്ല. 1.5 മാസമായി നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പോലീസ് കേസ് കൊടുത്തു. അത് ഞാൻ അനിയത്തിയെ കൊല്ലാൻ നോക്കി, അവളുടെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കി. അത് ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്മയുടെ അനിയത്തിൻ്റെ പേരിലോട്ട് എഴുതി മേടിച്ചു കൊടുത്ത സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ എങ്ങനെ വാക്ക് കേട്ട് ഈ കാർ എടുക്കാനായിട്ട് ലോൺ വെച്ചിട്ട് തിരിച്ചെടുത്തു കൊടുത്ത സ്വർണ്ണം ഞാൻ എടുത്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിപ്പോൾ ഇവർ പറയുന്ന സംഭവത്തിന്റെ ഒരു ചിത്രം നമ്മൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല, തികച്ചും യാദൃശ്യമാണ്. കുറച്ചാൾ മുമ്പ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ടീം അവരും ഇതേമാതിരി വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. ഞങ്ങളിപ്പോൾ ആരുമില്ലാത്തവരാണ് സാർ. ബോഗലായിരുന്നു, എല്ലാവരും ബോഗലാണെന്ന് അറിയാവോ സഹോദരി? നിങ്ങളോടന്ന് എനിക്ക് സഹാവ് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ മോങ്ങൽ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ അവജ്ഞയാണ് ഇങ്ങോട്ട് തോന്നുന്നത്. അപ്പൊ അതേപോലെ ഒരു മോങ്ങൽ ഇതിലില്ലാന്നേ ഉള്ളൂ. ഇനി ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ, കാരണം ഇത് പാർട്ടായിട്ട് ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ സീനാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു ടീം അനിയത്തിയുടെ അമ്മയുടെ എതിരെ തിരിയുന്നു, ഒരു ടീം ഇവർക്കെതിരെ തിരിയുന്നു. അങ്ങനെ രണ്ട് ടീമുകൾ തമ്മിൽ മത്സരിച്ചടിക്കുന്നു. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു. ഇനിയിപ്പോൾ അനിയത്തി ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. നിലവിലിപ്പോൾ ഒരു യൂട്യൂബറോട് പറഞ്ഞ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ അനിയത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, അതിലൂടെ അനിയത്തിയും കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആളുകൾ അവിടെ ഇവിടെയും കേൾക്കാൻ വരുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, വ്യൂവർഷിപ്പ് കൂടുന്നു, പൈസ കിട്ടുന്നു, ഒരു ഫോർച്യൂണർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വാങ്ങിയിടുന്നു. ശുഭം. അവരെല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു ഇമേജ് വരുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്തൊക്കെ പ്രശ്നമുണ്ടായാലും അവർ ഒന്നിച്ചല്ലോ, അത് വലിയ സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അത് സംഭവിക്കുന്നു തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന കമന്റുകളെ കണ്ടാൽ തന്നെ അറിയാം ഇവനാരും മുഖവിലൊക്കെ എടുക്കുന്നില്ല എന്നുള്ളത്. സോഷ്യൽ മീഡിയ അല്ലാതെ ആൾബലോ നാട്ടുകാർബലോ പാർട്ടിക്കാർബലോ ഒന്നുമില്ല. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മൾ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നീ എന്താ തട്ടണ്ട? ഗുണ്ടച്ചി എന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, വേറെ ഒന്നല്ല പറയുന്നത്. എന്താ ഗുണ്ടയും ഗുണ്ടച്ചിയായിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടയും ഗുണ്ടച്ചിയും അല്ലാതെ അവളെ പിന്നെ എന്നെ വിളിക്കട്ടെ അങ്ങനെ പറഞ്ഞപ്പോ എന്താ പ്രശ്നം? ഗുണ്ടി എന്ന് പറയുന്നത് ഗുണ്ടച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടച്ചി എന്നല്ല പറഞ്ഞു, വേറെ ഒന്നല്ല പറഞ്ഞു. പിന്നെ നിന്നെ വിളിക്കാൻ വന്നോണ്ട് ഞാൻ പിന്നെ എന്നെ വിളിക്കേണ്ടവളെ. എടാ പൊട്ടന്മാരെ, ഗുണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണ്ട അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഒന്നുമില്ല. ഗുണ്ടി ആയാലും ഗുണ്ടിച്ചി ആയാലും ഇവർ വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഉള്ള ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാ. ഇനിയിപ്പോൾ ഭാര്യയെ കുറച്ചൊന്ന് പൊക്കാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിൽ ഈ കാണിച്ചു കൂട്ടുന്ന വെറും പ്രഹസനമാണ്, വെറും കോമാളിത്തരമാണെന്നേ പറയാനുള്ളൂ. എന്താ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. അമ്മയുടെ ജീവിതം പറഞ്ഞതൊക്കെ സമ്മതിച്ചു, അച്ഛനെ കുറിച്ച് പറഞ്ഞതൊക്കെ അത് സമ്മതിച്ചു. പക്ഷെ പെങ്ങളെ കുറിച്ച് പറഞ്ഞത് വല്ലാത്ത പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആയിരുന്നു. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഇത് വന്നിരുന്ന് പറയുന്നതിന് നിനക്കൊരു ഉളുപ്പ് വേണ്ടടേ. എന്നിട്ടാണ് ഗുണ്ടി വേണോ ഗുണ്ടിച്ചു വേണോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ബാക്കി അവളുടെ ഒരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ അമ്മയ്ക്ക് അനിയത്തി അമ്മയും അറിഞ്ഞുകൂടാത്തവനായി, ഞാൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും മാറിപ്പോയവനായി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇപ്പോഴത്തെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരന് കുറച്ചുകൂടെ കാര്യം കിട്ടി. അവിടെ വെച്ച് പോലീസുകാരന് മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുത്തത്. തിരിച്ചു കൊടുക്കാനായിട്ട് അതിന്റെ തൊട്ട് തലേ ദിവസം ഞാനും ഇവനും ഞങ്ങളുടെ ഒരു കൂട്ടുകാരനും കൂടെ പോയായിരുന്നു. പോയ ദിവസം അവർ സ്വർണ്ണം വാങ്ങിച്ചില്ല, മാത്രമല്ല ഞങ്ങളെ പുറത്തിറക്കി വാതിൽ പൂട്ടി.
എന്നിട്ടാണ് നമ്മൾ ഓടിച്ചു വിട്ടത്. എന്നിട്ട് പിറ്റേ ദിവസം കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുത്തു, സ്വർണം തന്നില്ല, അതുപോലെ തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. അതെ. ഈ സ്വർണത്തിന്റെ കഥ ഇവിടെ വന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. സംഭവം ഈ ആദർശം പറയുന്ന ആൾക്കാരൊക്കെ നൈസായിട്ട് അങ്ങോട്ടും അടിയുണ്ടാക്കാനായിട്ട് ചെറിയ സംഭവം മതി. അത് സ്വത്ത് തർക്കം, വീട്ടിലാകുമ്പോൾ ചെറിയൊരു സ്വത്ത് തർക്കം മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചെന്നുള്ള കാര്യം മതി. പിന്നെ അതുവരെ പോരാളിയായിരുന്ന അമ്മ ഊച്ചാളിയാകും, പൊന്നുംകുണമായിരുന്ന പെങ്ങള് പിണ്ണാക്കായി തീരും. അത് ഈ കാര്യത്തിൽ സംഭവിക്കുന്നുള്ളൂ. ഇനി ഈ കഥ അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇവരൊരു വീട് ലീസിനെടുക്കാൻ തീരുമാനിച്ചു, പണയത്തിനെടുക്കാൻ തീരുമാനിച്ചു. 7.5 ലക്ഷം രൂപയാണ് പണയത്ത് കൊടുക്കേണ്ടത്. 5 ലക്ഷം രൂപ അമ്മ കൊടുത്തു, 2.5 ലക്ഷം രൂപ ഇവൻ കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ 2.5 ലക്ഷം രൂപ ഇവന് വണ്ടി എടുക്കുന്നതിന് വേണ്ടി ഈ സ്വർണം പണയം വെക്കാൻ കൊടുത്ത കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ 2.5 ലക്ഷം രൂപ ആവശ്യമായിട്ട് വന്നപ്പോൾ അവർക്ക് പണയം കഴിയാതെ 2.5 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയില്ല. പണയം എടുത്ത ആൾ തിരിച്ചു തരണമല്ലോ. അപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഗോൾഡ് വിറ്റോ എന്ന് അമ്മ പറഞ്ഞു എന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു എന്ന് 2.5 ലക്ഷത്തിന് അനുസരിച്ച് ഗോൾഡ് വിറ്റോ എന്ന് പറയുന്നു. ഇവൻ ഗോൾഡ് കൊണ്ട് വിൽക്കുന്നു, പിന്നെ തിരിച്ചെടുക്കുന്നു, എന്തൊക്കെയാണ് പറയുന്നത് നമുക്കറിയാമല്ലോ. എന്തായാലും പണമിടപാടിൽ സ്വർണം കയറി വന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ കേസ് കൊടുത്തു, ഇവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, അവർ കള്ളക്കേസ് കൊടുത്താണെന്ന് മനസ്സിലായി. ഇവൻ പുറത്തിറങ്ങി ഇവൻ പറയുന്നു, നാളെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. രണ്ട് ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ന്യായമുണ്ടോ എന്ന് നമ്മൾക്കറിയാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് ഈ പറയുന്നത്. ഈ പറയുന്ന ആദർശങ്ങൾ ഇവൻ്റെ ജീവിതത്തിൽ ഒരിടത്തും കാണാനും കഴിയില്ല. അത് ക്ലെൻലിനെസ് ആയാലും വേറെ ചില ആദർശങ്ങൾ പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവൻ പറഞ്ഞുള്ള ചില ആദർശങ്ങളെ കണ്ടാൽ നമ്മൾ ചിരിച്ച് ചാകും. ഞാൻ എപ്പോഴാണ് ഗോൾഡ് കൈമാറുന്നത് ആ സമയത്ത് ഗോൾഡ് വില വെച്ചിട്ട് ഞാൻ ബാക്കി പൈസ കൊടുക്കണമെന്നൊക്കെ. അതുപോലെ തന്നെ ഈ ഗോൾഡ് വിൽക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴും അവൾ പറഞ്ഞത് എന്താണ്, അവർക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത്, അതിപ്പോ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ എത്ര സ്വർണം വിൽക്കുന്നു അത്രയും സ്വർണം അത്രയും വർഷം കഴിഞ്ഞിട്ട് എത്ര മൂല്യമാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. എന്താണ് ആവശ്യം എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഗോൾഡ് എന്താണ് ഈ പെണ്ണിന് ആവശ്യം വരുന്നത്? നാട്ടുടപ്പനുസരിച്ച് നമ്മൾക്കറിയാം, ഒരു കല്യാണം വരുമ്പോഴാണ് ഗോൾഡിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ വേറൊരു ആദർശം നീ പറഞ്ഞായിരുന്നു കേട്ടോ, അതിലേക്ക് ഞാൻ വരാം. ആ ആദർശം ഇതും കൂടെ ചേർത്ത് വായിക്കണം. രണ്ടാമത്തെ കാര്യത്തിൽ ആ പെണ്ണ് പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഗോൾഡ് എന്ന് പറയുന്നൊരു ആസെറ്റാണ്. ആ ആസെറ്റ് നിങ്ങൾ വാങ്ങുന്നു. ഇപ്പം നിന്റെ 2.5 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി വാങ്ങിയാലും അല്ലെങ്കിലും ആ പെണ്ണ് സമ്പാദിച്ചതാണ് ആ ഗോൾഡ് എങ്കിൽ ആ ഗോൾഡ് വിൽക്കുമ്പോൾ ഗോൾഡ് വിറ്റിട്ട് തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയം വരും. അതായത് ഗോൾഡ് അതിന് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴേക്കും എത്ര ഗോൾഡാണ് വിറ്റത് അത്രയും ഗോൾഡ് തിരിച്ചു തരുമെന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതൊക്കെ വന്ന് ഞങ്ങളോട് എന്തിനാടേ പറയുന്നത്? പെങ്ങളെ ആങ്ങളായാലും ഞങ്ങളോട് എന്തിനാ പറയുന്നത്? നിങ്ങൾ പരിഹരിക്കേണ്ട കാര്യമല്ലേ? ഗോൾഡ് നിങ്ങളുടെ കാശ് കൊടുത്ത് വിൽക്കേ, നിങ്ങൾ വീട്ടിലെ പണയം വിൽക്കേ, എന്തുവേണം ഇതൊക്കെ ഞങ്ങളോട് എന്തിനാണോ പറയുന്നത്? ഈ സംഭവം കഴിഞ്ഞു, എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ഞാനത് ഇട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് വർക്ക് വന്നപ്പോഴത്തേക്ക് എന്റെ പണിസാധനം ആയിക്കോട്ടെ, ഇവളുടെ അച്ഛൻ ഇവർക്ക് മേടിച്ചു കൊടുത്ത ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ, ഇവളുടെ ഡോക്യുമെന്റ്സും ഗോൾഡും ഒക്കെ ആയിക്കോട്ടെ, ഇവളുടെ അലമാരി ആയിക്കോട്ടെ, എല്ലാം വീട്ടിലിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇവളുടെ അച്ഛൻ ഇവൾക്ക് കൊടുത്ത ഫർണിച്ചറും പിന്നെ ഗോൾഡ്. അളിയൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സീറോ ഗോൾഡ്. ഇതാണ് ഞാൻ നേരത്തെ അനിയത്തി പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വായിക്കണമെന്ന് പറഞ്ഞത്. സീറോ ഗോൾഡ് മാരേജ് ഒരു ആദർശം സെറ്റ് ചെയ്തതാണ്. ഇപ്പം അനിയത്തിയുടെ കാര്യത്തിനും ഗോൾഡ് വേണം, അല്ലാതെ വേറെന്താ ആവശ്യത്തിനാണ് ചോദിക്കുന്നത്? സാമാന്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലൊപ്പം അനുസരിച്ച് കല്യാണത്തിനാണ് ഈ ഗോൾഡിൻ്റെ ആവശ്യമെന്ന് എല്ലാവരും പറയുന്നത്. ഇനി അത് അനിയത്തിയുടെ കാര്യമല്ലേ, എൻ്റെ ആദർശമല്ലല്ലോ എന്ന് വിചാരിക്കാം. ഇപ്പോൾ നീ പറയുന്നു ഇവളുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത ഗോൾഡ്, ഫർണിച്ചർ. നാണം കൊണ്ടോടെ ഇത് പറയാനായിട്ട്? നിനക്ക് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നീ ഇതിനു മുന്നേ നിന്റെ കല്യാണത്തിന് വലിയൊരു ആദർശ തള്ളിച്ച് നടത്തിയായിരുന്നു. റവല്യൂഷൻ ഞാൻ എൻ്റെ കല്യാണത്തിലൂടെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സീറോ ഗോൾഡ് മാരേജ് ആണ്. ഗോൾഡ്, പൈസ, മറ്റേ സൈഡിൽ കൂടെ ഗിഫ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. യാതൊരു രീതിയിൽ സ്ത്രീധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് നമ്മുടെ നിർബന്ധമാണ്. എൻ്റെ അമ്മച്ചി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ത്രീധനത്തിൻ്റെയൊക്കെ പേരിൽ, കൊടുത്തിട്ട് പോലും കുറഞ്ഞു പോയെന്നതിൻ്റെ പേരിൽ. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നമുക്കത് പണ്ടേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആകെ ഒരു കാര്യം നിർബന്ധം പറഞ്ഞുള്ളൂ, കല്യാണമൊക്കെ നമുക്ക് നടത്താം, സീറോ ഗോൾഡ് മാരേജ് എനിക്ക് മസ്റ്റായിട്ട് വേണം. ആരുടെയും ഒന്നും എനിക്ക് അർഹിക്കാത്തത് ഞാൻ മേടിക്കില്ല. സ്റ്റേജിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പുറകെ കൂടി ഒരു പൊതിയായിട്ടാണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അത് കേട്ടപ്പോൾ അവർക്കും ഓക്കെ ആയിരുന്നു. നമ്മുടെ ആ ആദർശമൊക്കെ കേട്ടപ്പോഴത്തേക്കും അത്യാവശ്യം അവർ നല്ല രീതിയിൽ നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ പാടില്ല എന്ന്. ഇവൻ ഈ പറയുന്ന ആദർശങ്ങൾ വെറും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ആദർശം. ഇവൻ ഈ കാണിക്കുന്ന ക്ലെൻലിനെസ്, പട്ടിയെ ശുശ്രൂഷിക്കല്, ബീച്ച് ക്ലീനാക്കല്, ഈ സീറോ ഗോൾഡ്, ഇതൊക്കെ ഇവൻ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ആദർശമാണ്. ഇപ്പൊ ഇവൻ വേറൊരു രീതിയിൽ പറഞ്ഞത് കുഴപ്പമില്ല. ഇപ്പൊ ഞാനും കുറച്ചാൽ ആദർശത്തോടെ പറയുമായിരുന്നു, ഞങ്ങള് ഗോൾഡ് അങ്ങോട്ടൊന്നും ചോദിച്ചില്ല, സ്ത്രീധനമൊന്നും ചോദിച്ചില്ല, അവരെ വീട്ടുകാരായിട്ട് കൊടുത്തതാണെന്ന് പറയുന്നത്.
പിന്നീട് ഞാൻ ആ തള്ളിക്കലും നടത്തിയിട്ടില്ല. കാരണം നമ്മൾ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ കൂടി നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഗോൾഡോട് ചേർത്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മളെ കേരളീയ ആസറ്റ്സിൽ ഈ ഗോൾഡും കയറി വരും. ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം, എനിക്ക് മറ്റേ സൈഡിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ആരും കാണാതെ ഒന്നും ഞാൻ മേടിക്കില്ല, ഒരു രീതിയിലും ഞാൻ സ്ത്രീധനം മേടിക്കില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ പെണ്ണിന് ഗോൾഡ് അവളെ അച്ഛൻ കൊടുത്തപ്പോൾ അത് നീ മേടിച്ചത്? അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ മറ്റേ ന്യായീകരണം എടുത്തിടും, അത് അവരുടെ വീട്ടുകാർ കൊടുത്തതല്ലേ. ഈ ഫർണിച്ചർ നീ എന്തിനാണ് മേടിച്ചത്? അതൊരു ഗിഫ്റ്റാണെന്നേ. ഒരു രീതിയിലുള്ള ഗിഫ്റ്റ് മേടിക്കില്ല, ഒരു രീതിയിലുള്ള ഗോൾഡ് മേടിക്കില്ല. ഭയങ്കര ആദർശം. പിന്നെ ആൾക്കാർ ജീവിതത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. ചുമ്മാ പറ്റിക്കല്. എന്റെ പണി സാധനം എടുക്കാനായിട്ട് അവിടെ നിങ്ങൾ എപ്പോൾ കാണുമെന്ന് ചോദിച്ചു. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയല്ല വിളിച്ചത്, അമ്മയോ നിങ്ങൾ ആ പ്ലൂറലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ കാണുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പാതിരാത്രി ആവുന്നത്. അവന് പാതിരാത്രി ആണെങ്കിലും എപ്പോഴാണ് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതുകൊണ്ടാണ് ചോദിക്കുന്നത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് രാത്രി 11 മണിയാവും വരുമ്പോൾ. അപ്പോൾ ഞാൻ 11 മണിയാവും വരുമ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോൾ അത്രയാവുന്നത്. അപ്പോൾ ഞാൻ എന്ത് പണി ഏത് പണിയെന്ന് ചോദിച്ചില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല, എൻ്റെ അറിവ് വെച്ചിട്ട് രാത്രി 11 മണി വരെ ഒന്നും പെണ്ണുങ്ങൾക്ക് എവിടെയും ജോലിയില്ല. പെട്രോൾ പമ്പിൽ പോലും രാത്രി ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ആണുങ്ങൾക്ക് മാത്രമാണ് ഷിഫ്റ്റ് കൊടുക്കുന്നത്. അല്ലെ അത്രയും സേഫ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കണം. അപ്പം കള്ളത്തരമായിരിക്കാൻ പറഞ്ഞതെന്ന് തോന്നി, പക്ഷേ എന്നാലും ഞാനത് റെസ്പെക്ട് ചെയ്തു. എന്തൊരു റെസ്പെക്ട് ആണെന്ന് അറിയാം. സ്വന്തം അമ്മനെ കുറിച്ചുള്ള റെസ്പെക്ട് ആണ് കണ്ടത് നിങ്ങൾ. സ്വന്തം അമ്മ രാത്രി 11 വഴിയും ജോലി കഴിഞ്ഞ് എത്താനെന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ വ്യാഖ്യാനമാണ്. പെട്രോൾ പമ്പിൽ പോലും അത്ര നേരം നിർത്തില്ല. എൻ്റെ കുട്ടിക്കാലം, അതായത് 1990കളിൽ ആ സമയത്തുള്ള കുട്ടിക്കാലത്ത് എൻ്റെ മമ്മി ജോലിക്ക് പോകും. അത് വീട്ടുജോലിക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭണ്ടാരിപ്പണിക്ക് ഹെൽപ്പറായിട്ട് പോകും. അവര് ആ ജോലി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും പാതിരാത്രിയാവും. എല്ലാ പണികളും ഒതുക്കി വെച്ച് കഴിയുമ്പോഴേക്കും രാത്രി 1 മണി 2 മണിയൊക്കെ. എന്നിട്ട് ഡാഡിയും ഞാനും ഒക്കെ ഈ ജോലി കഴിയുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യും, മമ്മി തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി. അപ്പൊ നീ എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ കുറിച്ച് നിന്റെ ചിന്താഗതി എന്താണ്? ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കാണ്, നുണ പറയാണെന്ന്. ചുമ്മാ അല്ല കേട്ടോ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവൻ്റെ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമായിരുന്നേ. അത് എന്തുകൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായെന്നാ പറയുന്നത്. അതിന്റെ സാഹചര്യം എന്താണെന്ന് നമ്മൾ ഇനി ആലോചിക്കേണ്ടി വരും. ഇവൻ ഇതുപോലുള്ള മൈൻഡ് സെറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യുക? സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ഇവൻ്റെ ചിന്താഗതിയാണ് ഈ പറയുന്നത്. വല്ലാത്ത റെസ്പെക്റ്റ്. ഏറ്റവും അവസാനത്തെ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് റെസ്പെക്ട് ചെയ്തു. ഇപ്പം പാതിരാത്രി അവിടെ കയറി ചെന്ന് അടിച്ചു എന്നാണ് ഇവന്റെ പെങ്ങള് പരാതി പറയുന്നത്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇവൻ പറയാണ്, പാതിരാത്രി ചെല്ലാൻ കാരണം ആകെയുള്ള വരുമാനം ജോലിയാണ്, വല്ലപ്പോഴും ജോലി കിട്ടുന്നത്. അപ്പൊ ആ ജോലി കളയാതിരിക്കാൻ വേണ്ടിയാണ് രാത്രിക്ക് രാത്രി ഇവൻ അവിടെ ചെന്ന് പണിയായുധങ്ങൾ എടുക്കാനുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമത്തെയാണ് ഇവരെ വീട്ടുകാര് തെറ്റിദ്ധരിപ്പിച്ച് രാത്രി ആളുകളെ കൂട്ടി വന്ന് പ്രശ്നമുണ്ടാക്കി എന്ന രീതിയിൽ അവതരിപ്പിച്ചതെന്ന് പറയുന്നത്. അതുകൊണ്ട് കൂട്ടിച്ചേർക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അടുത്ത ഭാഗമാണ് വേറൊരു സംഗതി പൊളിഞ്ഞു വീഴുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന്, അതായത് എൻ്റെ അനിയത്തിയും ഞാനും ഇവളും എൻ്റെ അമ്മയും ഒക്കെ കൂടി ഇരുന്ന് അതിനകത്ത്, അതായത് എൻ്റെ കൂട്ടുകാരന്മാരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനും അവൻ്റെ വൈഫും വേറെ കുറച്ച് കൂട്ടുകാരന്മാർ, അതുപോലെ ഞാൻ, ഇവള്, അമ്മ, ചിഞ്ചു എല്ലാവരും കൂടെ ഇരുന്ന് മദ്യം വരെ കുടിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ചിഞ്ചു ഉൾപ്പെടെയില്ലേ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സാധനം നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഒരു തെറ്റില്ല കേട്ടോ. എല്ലാവരും ഒരുമിച്ച് മദ്യപിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എൻ്റെ ഫാമിലി ആണെങ്കിൽ ഞങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഗ്യാതറിങ് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ലിക്കർ കഴിക്കണ്ട. ഞാൻ കഴിക്കാറില്ല. ഞാൻ കഴിക്കാത്തതിന് കാരണം ഞാൻ കുറേ നാളായിട്ട് നിർത്തിയതാണ്. പക്ഷേ ഈ ആദർശ ധീരത പറയുമ്പോൾ കുറച്ച് നാൾ മുന്നേ ചെയ്ത ഈ ഒരു സംഭവം ഒന്ന് കാണണം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കല്യാണമാണ്. നമ്മൾ സീറോ ഗോൾഡ് മാരേജ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സീറോ ആൽക്കഹോൾ മാരേജ് ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ നോർമലാണ് ഇതുപോലൊരു ഫംഗ്ഷൻ വരുമ്പോൾ മദ്യവും കാര്യങ്ങളൊക്കെ ഈ ഒരു എൻജോയ്മെന്റിന്റെ ഭാഗമാക്കുന്നത്. അതിനെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. നമുക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അതിനോട് ഒരു എതിർപ്പുള്ളതുകൊണ്ടും മാനസികമായിട്ട് നമുക്ക് പേഴ്സണലി ഒരു എതിർപ്പുള്ളതുകൊണ്ടും നമ്മൾ അങ്ങനെ ഒരു സംഭവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നാളെ ഇങ്ങനെ ഒരു സീറോ ഗോൾഡ് മാരേജോ അല്ലെങ്കിൽ ഒരു സീറോ ആൽക്കഹോൾ ഫംഗ്ഷനോ ഒക്കെ നടത്താൻ താല്പര്യമുണ്ട്, ഇൻസ്പിറേഷൻ കിട്ടുവാണെങ്കിൽ അത്രയും നല്ല കാര്യം എന്ന് വിചാരിച്ച് മാത്രമാണ് വീഡിയോ ഇടുന്നത്. അത്രയേ ഉള്ളൂ. വെറുതെ ഇൻസ്പിറേഷൻ, കുറച്ച് ഇൻസ്പിറേഷൻ. ആ ഇൻസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് എൻ്റെ കല്യാണം സീറോ ഗോൾഡാണ് എന്ന് പറഞ്ഞിട്ട് പിൻഭാഗത്തൂടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീധനം മേടിച്ചു വെക്കുക, അല്ലെങ്കിൽ അച്ഛൻ കൊടുത്ത ഫർണിച്ചർ ഗിഫ്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മേടിച്ചു കൊടുത്ത ഫർണിച്ചർ മേടിച്ചു വെക്കുക. അതൊക്കെ നാട്ടു നടപ്പല്ലേ? അയ്യോ, ആദർശമാണെങ്കിൽ അതും വേണ്ടാന്ന് പറയണം. അത് വേണ്ട അച്ഛാ, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ അത് ഞാൻ ഒരിക്കലും ഇത് മേടിച്ചു വെക്കുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ഗോൾഡിൻ്റെ കാര്യമായാലും അത് വേണ്ട. ഞാൻ സീറോ ഗോൾഡ് എന്ന് പറയുന്നത് സീറോ ഗോൾഡ് ആയിരിക്കണം.
അല്ലാതെ അച്ഛൻ തന്നതല്ലേ, അല്ലെങ്കിൽ അച്ഛനും മകളോട് സ്നേഹത്തിന്റെ പുറത്ത് തന്നതല്ലേ എന്നൊക്കെ രീതിയിലൊരു എക്സ്ക്യൂസ് കൊടുക്കുന്നത് ശരിയല്ല. ഇങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊരു ആദർശമായിരുന്നേ. ഇപ്പോൾ മദ്യത്തിന്റെ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളത് ചെയ്യുന്നില്ല. ഇപ്പുറത്ത് നീ മദ്യപിച്ചു എന്ന് പറയുന്നതിന് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നു, ടച്ചിങ്സ് ഉണ്ടായി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു തെറ്റും തോന്നുന്നില്ല. പക്ഷേ ഒരു സ്ഥലത്ത് കൂടെ ഉപദേശവും മറ്റേ സ്ഥലത്ത് കൂടെ ആ പരിപാടി അത് കാണിക്കുന്നതുകൊണ്ടാണ് ഇവൻ വെറും ഫ്രോഡാണെന്ന് ഞാൻ പറയുന്നത്. വെറും ഫ്രോഡാണെന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, പണ്ട് ക്ലെൻലിനെസ് പറഞ്ഞിറങ്ങിയ സമയത്ത് ഇവൻ കാണിച്ചിരുന്ന കാര്യത്തിലൊക്കെ ഇവൻ വെറും ശ്രദ്ധ പിടിച്ച് നടത്താൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. അന്ന് എൻ്റെ സുഹൃത്ത് ഇതുമായിട്ട് സംസാരിച്ചപ്പോൾ ചിലപ്പോൾ അവൻ അങ്ങനെ ആയിരിക്കില്ലേ, ചിലപ്പോൾ അവൻ OCD ആണെങ്കിൽ അതുകൊണ്ടായിരിക്കില്ല അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, ഇവൻ ഇത് ബിഗ് ബോസ് പോലുള്ള പരിപാടിയിൽ കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രദ്ധ തിരിക്കലാണ് ഇവൻ നടത്തുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവന് വലിയ ആദർശം ഉണ്ടായിരുന്നെങ്കിൽ ആ പട്ടിയൊക്കെ ഇവൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് പ്രൊട്ടക്ഷനൊക്കെ ഉപയോഗിച്ച് അങ്ങനെ വല്ലതും ചെയ്യായിരുന്നു. അതൊന്നും ചെയ്യാതെ പട്ടിയുടെ വായിലേക്ക് നേരെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. അതേപോലെ കെമിക്കൽ വേസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഒരു വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ കാലിൽ സാധാരണ വള്ളിച്ചെരുപ്പ് ഇട്ട് നിന്നിട്ടാണ് ഈ കെമിക്കൽ വേസ്റ്റ് അവൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു ആദർശം കാണിക്കാൻ വേണ്ടി, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരു ആദർശം പറയുമ്പോൾ ആ സമയത്ത് ഇവൻ കുറെ കാര്യങ്ങൾ പ്രിക്കോഷൻ ആയിട്ട് ചെയ്യും. അതേ സമയത്ത് മറ്റൊരവസരത്തിൽ അതേ സിറ്റുവേഷൻ വരുമ്പോൾ ഇവൻ അറിയാതെ ഇവൻ്റെ ഉള്ളിലുള്ള കള്ളത്തരം പുറത്തു വരും. അത്രയേ ഉള്ളൂ. ഇപ്പൊ അറിയുന്നത് അവൻ ബിഗ് ബോസിലേക്ക് കയറാൻ എന്തൊക്കെ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പണ്ടേ തോന്നിയൊരു കാര്യമാണ്, ഇവൻ ഇതിനു വേണ്ടി തന്നെയാണ് കളിക്കുന്നതെന്ന്. അത്രയേ ഉള്ളൂ. ഈ ഒരു മൊത്തം ഡ്രാമയും ഞാൻ മനസ്സിലാക്കുന്നത്, ഇവൻ ആദ്യം ചെയ്ത കുറെ സംഭവം ഉണ്ടല്ലോ, ക്ലെൻലിനെസ് എന്ന് പറഞ്ഞ ആൾക്കാരോടൊക്കെ പ്രശ്നം ഉണ്ടാക്കുക, അതൊക്കെ വീഡിയോ ആയിട്ട് കൊണ്ടുവരിക, അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ സെല്ലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ചിലപ്പോൾ ഇവന് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവന് നേരത്തെ പോലെ ആ ക്രൗഡ് പുള്ളിങ് നടക്കുന്നില്ല. അപ്പോഴാണ് ഈ 1.5 മാസം മുന്നേ നടന്ന സംഭവം എടുത്ത് ഇപ്പോൾ ഇട്ട് അലക്കുന്നത്. ചേർന്ന് ഇവനിപ്പോ പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ടാണെന്ന്. ഇവനോട് ആരെങ്കിലും എക്സ്പ്ലനേഷൻ ചോദിച്ചായിരുന്നു? ഒരാളും ചോദിച്ചില്ല. ഒരു സുപ്രഭാതത്തിൽ അവൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നു. അടുത്ത ദിവസം അവൻ്റെ അനിയത്തി വേറൊരു വ്ളോഗറിനെ ഫോണിൻ പരിപാടി നടത്തിയിട്ട് കുറെ സംഭവങ്ങൾ പറയുന്നു. പിന്നെ ഇവൻ കാണ്ടമായിട്ട് കാര്യങ്ങൾ ഇറക്കുമെന്ന് പറയുന്നു. അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരാൾ ഇവരുടെ വിഷയം അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല. ഒരാൾ ഇവനോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. അപ്പം ഇവനായിട്ട് തന്നെ തിരികൊളുത്തിയിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ അറ്റൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇവൻ ഇതിനകത്ത് സ്വാർത്ഥ താല്പര്യമുണ്ട്. അതല്ല ഇപ്പം ഇവൻ്റെ തെളിവുണ്ടെന്ന് പറയുന്നു. കുറെ ഇത് കാണിക്കുന്നുണ്ട്. അവൻ്റെ കാറിൽ കയറിയ തെളിവുണ്ട്, ആൾക്കാർ കാർ ആക്രമിച്ച തെളിവുണ്ട്, ഇവൻ ആക്രമിച്ച തെളിവുണ്ടെന്നൊക്കെ പറയുന്നു. ഇതിനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ജസ്റ്റിസ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് അവൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഇതെന്താ ചെയ്യുന്നത് വെച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ് ഈ കാണുന്നത്. അത് ഒരു ദിവസത്തെയും ഇടുന്നത് വേറെ ഒന്നുകൊണ്ടല്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. കുറെ നാളായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ അത് മനസ്സിലാത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാർട്ടായിട്ട് ഇടുന്നത്. അതിന് നീ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലടി. മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയാൽ. പിന്നെ ഈ പറഞ്ഞു വന്നത് ഈ കാരണങ്ങളുണ്ട് ഇവളെ വരെ ഇടിക്കാൻ ആൾക്കാർ അറേഞ്ച് ചെയ്ത ടീമിന് ഇനി എനിക്ക് ഇപ്പൊ ഇവളുടെ സാധനം ഇവിടെ അച്ഛൻ മേടിച്ചെന്ന ഇവർക്ക് മേടിച്ചു കൊടുത്ത കുറച്ച് ഫർണിച്ചേഴ്സ് ഇരിപ്പുണ്ട്, ഇവളുടെ സാധനങ്ങൾ വീട്ടിൽ അതൊക്കെ എടുത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കാതിരുന്ന ഞാൻ എന്നെ ഭർത്താവ്, ഞാൻ അതെടുത്ത് കൊടുക്കണം, അതിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ അതെടുത്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇനി ചിലപ്പോൾ അടുത്തത് വരുന്നത് ഇടിക്കാനോ അടിക്കാനായിരിക്കില്ല, കുത്താനോ വെട്ടാനായിരിക്കും. കാരണം കുട്ടികളും തന്നെയാണ് അവർ. അപ്പൊ ആ ആൾക്കൂട്ടം ചേർന്നിട്ട് ഇത് ഞങ്ങളുടെ ഏരിയ എന്നൊക്കെയാണ് പറഞ്ഞത്. അവരുടെ വീടിക്കാത്തോണ്ട് ഇത് ഞങ്ങളുടെ ഏരിയ അത് ഞങ്ങളുടെ ഏരിയ വെച്ചിട്ട് ഒരു ആൾക്കൂട്ടം കൂടി ഞങ്ങൾ ഒരാളെ തല്ലിക്കൊന്നാലും ഞങ്ങൾക്ക് എതിരൊന്നും വരില്ല എന്നുള്ള ധൈര്യത്തിൽ അവർ കാര്യങ്ങൾ ഡീൽ ചെയ്തത്. പറഞ്ഞ പോലെ പൊളിറ്റിക്സ് അവരുടെ സൈഡിലുണ്ട്, കുറേയൊക്കെ കണക്ഷൻസ് ഉണ്ട്. അത് നല്ല രീതിയിലായാലും മോശം രീതിയിലായാലും അതൊക്കെ അവരുടെ കുട്ടൻസ് ആണ്, അവരുടെ ട്രിക്സ് ആണ്. അപ്പൊ ഈ പറഞ്ഞ ടീംസിന്റെ ഒക്കെ വെട്ടോ കുത്തോ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ കൊള്ളിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വണ്ടിയും കൊള്ളിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്നൊരു സാധനം മാത്രമേ എന്റെ കയ്യിലുള്ളൂ, അല്ലാതെ ആളും വില ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സാധനം വെച്ചിട്ട് ഈ ഗുണ്ടകളെ ഒന്ന് ഒഴിവാക്കണം. ആ ഗുണ്ടകളിൽ നിന്ന് എനിക്ക് എന്നെ ഇവളെയും എന്റെ വണ്ടിയെയും ഇവളുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന സാധനങ്ങളിൽ സേഫ് ആക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി മൂവ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡിനെ ഇറക്കും. കുറച്ച് കഴിയുമ്പോൾ NSG കമാൻഡ്സും അല്ലെങ്കിൽ ബ്ലാക്ക് ക്യാറ്റ്സ് ഒക്കെ ഉറങ്ങും. ഇവന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇവൻ്റെ കാറിനും ഇവൻ്റെ ജീവനും സ്വത്തിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കും. ഒന്ന് പോടേ. ഊളത്തരം പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ദഹിക്കുന്ന രീതിയിൽ ഊളത്തരം പറയും. കേൾക്കുന്നവർക്ക് കോമൺ സെൻസ് ഉള്ളവർ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഗുണ്ടകളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ, നിന്റെ വീട്ടുകാരെ രക്ഷിക്കാൻ ആര് വരുമെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങിയിട്ട്? പിന്നെ നിന്നെ ഉള്ളിക്കിടക്കുന്ന ആ ഒരു മെയിൽ ഷോവിനിസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഞാനൊരാണാണെന്ന് എങ്ങനെ പറയും? ഒന്നാമതായാലും എനിക്കൊരു പ്രയോഗം തന്നെ ഇഷ്ടമല്ല, ആണത്തം തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. നിനക്ക് നേരിട്ട് കേസ് കൊടുത്താൽ പോരെ? നിന്റെ അടുത്ത് തെളിവില്ലേ? കേസ് കൊടുത്താൽ പോരെ? സോഷ്യൽ മീഡിയയിൽ നിന്ന് ആര് വന്നിട്ട് നിനക്ക് പ്രൊട്ടക്ഷൻ തരുമെന്നാണ് പറയുന്നത്? നിന്റെ ഉദ്ദേശം ഇതൊന്നും അല്ല. നിന്റെ ഉദ്ദേശം ഈ സംഭവം നാട്ടുകാരെ കാണിച്ച് നേരത്തെ എപ്പിസോഡായിട്ട് കാണിക്കാന്നാണ് നീയും നിന്റെ ഭാര്യയും തീരുമാനിച്ചിരിക്കുന്നത്. നിന്റെ പെങ്ങളും ഇനി ഇതിന്റെ ബാക്കി പറഞ്ഞിറങ്ങുമായിരിക്കും. ഉദ്ദേശം സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് നീതി ഉണ്ടാക്കി തരാൻ വേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്നതെന്ന് കാണുന്ന സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഇനി ഈ കള്ളത്തരവും കുറച്ചളയുമ്പോൾ പുറത്തു വരും. നിന്റെ ക്ലെൻലിനെസ് ആദർശ്യം
അത് അവനീത്ത് തന്നെ പറയുന്നുണ്ട്, ഇവന് ഈ പറയുന്ന പോലെയുള്ള പേഴ്സണൽ ഹൈജീൻ ഒന്നുമില്ല എന്നുള്ള കാര്യം. വൃത്തിയും വെടിപ്പുള്ളവനല്ല ഇവൻ എന്നുള്ളത് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുക്ക് ചെയ്യുന്ന അടുക്കള എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇടിയപ്പം ഉണ്ടാക്കുന്ന സീൻ കണ്ടിട്ടുള്ളതാണ്. പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സീൻ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ എല്ലാം കണ്ടിട്ടുള്ള നമുക്കറിയാം ഇവൻ്റെ ക്ലീനിയേഴ്സ് എന്ന് പറയുന്നത് വെറും ഉടായ്പാണെന്ന്. ഇപ്പോൾ 0 ഗോൾഡ് മാരേജ്, 0 ആൽക്കഹോൾ മാരേജ് നമ്മളിപ്പോൾ കണ്ടു. ഇതെല്ലാം പറഞ്ഞവൻ എന്താണ് ചെയ്തതെന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഇനി ഈ കാണിക്കുന്നതിൻ്റെ ഗുഡായ്പും എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. അപ്പം അതുകൊണ്ട് എനിക്ക് ഇവന് വേണ്ടിയോ അല്ലെങ്കിൽ ആ അനിയത്തിക്ക് വേണ്ടി ഒന്നും പറയാനില്ല. നിങ്ങൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇത് കണ്ടുകൊണ്ടിരിക്കാമെന്നല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ആരോട് സഹതിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഉടായ്പൊക്കെ എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.